അപൂർവം ആളുകളെ പുറത്തുള്ളൂ. അവരെ ഞാൻ വീട്ടുകാരായി സ്വീകരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ എൻ്റെ വീട്ടുകാരനായി തീർന്ന എന്നെ ഉണ്ണേട്ടൻ എന്ന് വിളിക്കുന്ന അനുജനെ പോലെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഷാബു കിളിത്തട്ടിൽ. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി വിദേശത്ത് ചെന്നപ്പോൾ അന്നത്തെ FM 96.6 അതിൽ ഒരു ദീർഘമായ ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അന്നാണ് ഷാബുവിനെ പരിചയപ്പെട്ടത്. എൻ്റെ ഒരു ബന്ധു ഗിരീഷിൻ്റെ സുഹൃത്താണ്. ഗിരീഷ് ഉണ്ണേട്ടൻ എന്ന് വിളിക്കുന്നത് കേട്ടിട്ടാണ് ഷാബു അന്ന് തൊട്ട് ഉണ്ണേട്ടൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഷാബുവിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ അദ്ദേഹം ആ ദീർഘമായ ഇൻ്റർവ്യൂ, അത് അവിടെ ചെന്ന അനവധി എഴുത്തുകാരുമായിട്ട് ഷാബു സംവദിച്ചതിൻ്റെ ഒരു പുസ്തകരേഖയാണ്. അന്ന് മുതൽക്ക് എനിക്ക് ഷാബുവിനെ അറിയാം. ONV സാർ മരിച്ചതിന് ശേഷം ONV സാറിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു അനുസ്മരണം നടന്നത് ദുബായിലാണ്. അതിൻ്റെ സംഘാടകൻ ഷാബുവായിരുന്നു. അന്ന് അടൂർ ഗോപാലകൃഷ്ണൻ, ഇവിടുന്ന് ജോർജ് ഓണക്കൂറും ഞാനും രാജീവ് ONVയുടെ പേരക്കുട്ടി അടക്കം ഒരു വലിയ സംഘത്തെ കൊണ്ടുപോയി ഇവർ മാധ്യമപ്രവർത്തകരുടെ ഒരുപക്ഷെ അങ്ങനെ അർത്ഥപൂർണമായ ഒരു അനുസ്മരണം കേരളത്തിൽ ONVക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അത്ര ഗംഭീരമായ ഒരു അനുസ്മരണ സമ്മേളനം അവിടെ നടത്തിയിരുന്നു. അങ്ങനെ പല നിലയ്ക്ക് ഇവിടെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ FM-ന് വേണ്ടി ഷാബു എന്നെ വിളിക്കും. ഞാൻ ഇവിടുന്ന് എത്രയോ തവണ എൻ്റെ ശബ്ദം അങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. ഷാബുവിൻ്റെ FM-ലൂടെ ആളുകളെ കേൾപ്പിക്കുക. എന്നോട് പലരും അവിടെ നിന്ന് വിളിക്കും, ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, ഞാൻ ഇവിടുന്ന് പറയുന്നതാണ്, അതവിടെ കേട്ടിട്ട് ആളുകൾ വിളിക്കും. അതുപോലെ അദ്ദേഹത്തിൻ്റെ വായനാമുറി എന്നൊരു വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ധാരാളം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പ്രസംഗിക്കുകയാണ്. ഇങ്ങനെ പലതും ചെയ്ത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായതാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം പ്രകാശിപ്പിക്കുമ്പോൾ ഇവിടെ വരേണ്ടത് പ്രവാസിയായിട്ടില്ലെങ്കിലും പ്രവാസികളുടെ ജീവിതവുമായിട്ട് അടുത്ത് ബന്ധപ്പെടാൻ അവസരം ഉണ്ടായിട്ടുള്ള ഒരാളെന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഒരു പ്രവാസ ജീവിത അനുഭവം. എൻ്റെ തൊട്ട വീട്ടിൽ വെറ്റിലക്കാരൻ ബാവക്കയുടെ മകൻ അസനാർക്ക ഗൾഫിൽ പോയി. ഈ ഗഫൂർ കാ ദോസ്തിൻ്റെ കാലത്താണ് പോയത്. അന്ന് കള്ളലാഞ്ചിൽ 60കളുടെ തുടക്കത്തിലായിരുന്നു. എന്നെയൊക്കെ നമ്മുടെ സീനിയറാണ് അസനാർക്ക. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ കണ്ടിട്ടേ ഉള്ളൂ. 65-ലോ 66-ലോ ആണെന്ന് തോന്നുന്നു. അവസാനത്തെ ലാഞ്ച് യാത്രക്കാരിൽ ഒരാളായിട്ട് പോയതാണ്. അപ്പം അസനാർക്കയുടെ ഉമ്മ, എനിക്ക് അവരെ ഉമ്മാനെ അറിയുള്ളൂ. ഈ ബാവക്കാടെ വീടിരുന്നു ഉമ്മ എന്നാണ് പേരെന്താ അറിയില്ല. ഉമ്മ എന്നെ കൊണ്ടാണ് കത്ത് എഴുതിക്കാൻ പറ്റും. അന്ന് ഈ കത്ത് ഉമ്മയ്ക്ക് എഴുതാൻ അറിയില്ല. അപ്പം വന്ന് എന്നെ ഒറ്റ വീർപ്പിൽ പറഞ്ഞു തരാ ചെയ്യാം. ഏറ്റവും പ്രിയപ്പെട്ട പൊന്നാരമോൻ അസനാരിന് പ്രിയത്തിൽ അസ്സലാമു അലൈക്കും. അനക്ക് എന്താണ്ടാ ഒരു കത്ത് അയച്ചൂടെ, എൻ്റെ വാപ്പാൻ്റെ കാര്യം എനിക്ക് അറിയില്ലേ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉമ്മ പറയും. അപ്പം ഞാനത് സാഹിത്യത്തിലാക്കും. നിനക്കെന്താ ഒരു കത്ത് അയച്ചുകൂടെ, നിന്റെ വാപ്പയുടെ കാര്യം നിനക്കറിയില്ലേ എന്നൊക്കെ നല്ല വരമൊഴിയിൽ എഴുതും. ഇത് ഞാൻ ഉമ്മയ്ക്ക് വായിച്ചു കണ്ടില്ല. ഉമ്മ പറയും, ഇങ്ങനെ എഴുതി ഓന് മനസ്സിലാവില്ല, ഓന് ഇതൊന്നും അറിയില്ല, ഇതുപോലെ എഴുതരുത്, ഞാൻ പറഞ്ഞ പോലെ എഴുതുന്നു. അങ്ങനെ എനിക്കിതിങ്ങനെ എഴുതാൻ പറ്റില്ല. എന്നിട്ട് ഞാനത് പഠിച്ചു. അനക്ക് എന്നൊക്കെയുള്ള രീതിയിൽ കത്തയക്കും. അതൊരു വല്ലാത്ത വികാരമാണ്. ഉമ്മ പറയും, അങ്ങനെ ഓനെ കടലിൻ്റെ നടുക്കിൽ ചാടിച്ചാണ്, എൻ്റെ കുട്ടിക്ക് നീന്താൻ അറിയില്ല കേട്ടോ പൊന്നാരം, ഓനെ റബ്ബിൻ്റെ സഹായം കൊണ്ട് അത് ബോധമില്ലാണ്ട് കരയിൽ ചെന്ന് കടന്നപ്പോൾ ഏതോ കാട്ടറബി കണ്ട്, വെള്ളിയാഴ്ച ആയതുകൊണ്ട് കാട്ടറബി ഒന്നും ചെയ്തില്ല, അയാൾ കൂട്ടിക്കൊണ്ടുപോയിട്ട് ജോലിയൊക്കെ ചെയ്താണെന്നൊക്കെ ഉമ്മ പറഞ്ഞ കഥ. അങ്ങനെ വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഈ കാട്ടറബി അല്ലെങ്കിൽ അറബി ഒന്നും ചെയ്യാതിരുന്നത് എന്നൊക്കെ എൻ്റെ മനസ്സിൽ പ്രവാസിയുടെ ചിത്രം. വേറൊരു സങ്കടം, അസനാർക്കയെ മരുഭൂമിയിൽ കാണാതാവുകയാണ് ചെയ്തത്. അസനാർക്ക തിരിച്ചു വന്നിട്ടില്ല. ഞാൻ ഈ പ്രവാസ ലോകം എന്ന PTയുടെ പ്രോഗ്രാം കാണുമ്പോഴൊക്കെ അസനാർക്കാരോ ആരും വിളിച്ചില്ലോ, ഒരുപാട് കാണാത്ത ആളുകളെ ഈ PT കണ്ടുപിടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ പ്രോഗ്രാം കാണാറുണ്ട്. പ്രവാസികൾക്ക് വേണ്ടി ഉണ്ടായ ഏറ്റവും മാനവികമായ ഒരു പരിപാടിയാണ് PTയുടെ ആ പ്രോഗ്രാം. അതിലൂടെ നഷ്ടപ്പെട്ട എത്രയോ മനുഷ്യരെ ഉമ്മമാർക്ക് തിരിച്ചു കൊടുത്തു. എൻ്റെ അസനാർക്കായെ എൻ്റെ ഉമ്മയ്ക്ക് തിരിച്ചു കിട്ടിയില്ല. ആ ഉമ്മയുടെ പേര് അറിയില്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഉമ്മ ഇങ്ങനെ ഈ ജപമാല തസ്ബീൽ ഇങ്ങനെ തിരിപ്പിടിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് വരിക. എൻ്റെ മനസ്സിൽ അമ്മയേക്കാൾ വലിയ ചിത്രം. ഞാൻ ഈ ഉമ്മമാരുടെ കഥ എല്ലായിടത്തും പ്രസംഗിക്കാറുണ്ട്. പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഉമ്മമാരെന്ന് പറയുന്ന ഒരു വിഭാഗം അമ്മമാരാണ്. നമ്മൾ ഉമ്മ എന്ന് പറയുമ്പോൾ അത് വേറെയല്ല, മാതാവ് തന്നെയാണ്. നിരക്ഷരായ എത്രയോ ഉമ്മമാർ ഈ ദസ്മിയിൽ കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് ജപിച്ച ദിക്റുകൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന അനേക ലക്ഷം മനുഷ്യർ ഗൾഫിലുണ്ട്. അതുപോലെ അമ്മമാർ ഈ ഏത് മതത്തിലായാലും മാതാവ് എന്നാണ് അർത്ഥം. 10 മാസം ചുമന്ന് പ്രസവിച്ച അവരുടെ ജീവിതം ആണ്, ആ പ്രാർത്ഥനയാണ് ഇവരെ രക്ഷിക്കുന്നത്. ഗഫൂർ ഖാ ദോസ്തിന്റെ കാലം തൊട്ട് ഏറ്റവും പുതിയ കാലം വരെ ഷാബൂദിൽ എഴുതിയിട്ടുണ്ട്. ഗഫൂർ ഖാ ദോസ്തിന്റെ കാലത്ത് ഇപ്പോൾ ആളുകൾ അധികം ഇല്ല, അവരൊക്കെ പ്രവാസം മതിയാക്കി പോയി. അവരുടെ പ്രവാസ ജീവിതം അല്ല ഇന്നുള്ളത്. ഇന്നിപ്പോൾ തൊഴിൽ മിടുക്കുള്ളവർക്ക് സാധ്യതകളുണ്ട്. കാരണം ധാരാളം വിദ്യാസമ്പന്നരായ ആളുകൾ
പുതിയ ഏജൻസികൾ വഴി ഇപ്പോൾ നോർക്ക റൂട്ട്സ് ഒക്കെ പോലുള്ള വലിയ പ്രസ്ഥാനങ്ങളുണ്ട്. നേരത്തെ പിട്ടി പറഞ്ഞതുപോലെ വലിയ സംരക്ഷണം പ്രവാസിക്ക് കുടുംബത്തെ കൂടെ കൊണ്ടുപോയി പാർപ്പിക്കാൻ പറ്റുന്നുണ്ട്. വലിയ ശതമാനം പ്രവാസികൾ അവിടെ കുടുംബത്തോടെയാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതം സുഖകരമാണ്. പക്ഷെ ഞാനവിടെ ലേബർ ക്യാമ്പിൽ പോയിട്ടുണ്ട്. ഒരു ലേബർ ക്യാമ്പിൽ 12 പേർ താമസിക്കുന്ന ഒരു ലേബർ ക്യാമ്പിൽ 3 ആൾ അട്ടിയായി കിടക്കുന്ന ഒരു സ്ഥലത്ത് അവരുടെ ജീവിതവും ഷാബൂദിൽ പറയുന്നുണ്ട്. ആ പ്രവാസിയും ഉണ്ട്. ഇത് രണ്ടും അടുത്തടുത്താണ്. ഗൾഫിലൊരു ഗുണം സ്വർഗവും നരകവും വളരെ അടുത്തടുത്താണ്. നമ്മുടെ പോലെയല്ല. അവിടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരിൽ കുറച്ച് ദൂരം പോയാൽ നരകത്തിൽ ജീവിക്കുന്നവരെ കാണാം. ഇത് രണ്ടും ഷാബു കാണുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ പിറ്റി പറഞ്ഞതുപോലെ കുറെ കണക്കുകൾ ഈ കോവിഡ് കാലത്ത് 19 ലക്ഷത്തി എത്രയോ ആളുകൾ തിരിച്ചു വന്നു. അത് വിമാനത്തിന്റെ കണക്കാട്ടോ. അതില് വിമാനത്താവളങ്ങളിൽ നിന്ന് വിമാനത്തിൽ കയറിയ ആളുകളുടെ കണക്ക് വെച്ചാൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോവിഡ് കാലത്ത് അനുഭവിച്ച കുറെ മനുഷ്യരുടെ പ്രശ്നം നമ്മളൊക്കെ ചെയ്തതല്ലേ. പ്രവാസികളാണിത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ് പ്രവാസികളോട് ഒരു കാലത്ത്, ആദ്യത്തെ കോവിഡ് വ്യാപന കാലത്ത് പ്രവാസികളോട് കേരളീയ സമൂഹം കാണിച്ചിരുന്ന അതിക്രൂരമായ വിവേചനം മറക്കാറായിട്ടില്ലല്ലോ. ആ കാലത്ത് വിസയും ടിക്കറ്റും ഒക്കെ ടിക്കറ്റായി തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ അത് ഗർഭിണിയാണ്, ഇവിടെ പ്രസവിച്ചാൽ ബുദ്ധിമുട്ടാണ്, പൈസ ഇല്ല, തൊഴിൽ പോയി. കോവിഡ് വന്നപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ടു, താമസിക്കാനുള്ള മുറിക്ക് വാടക കൊടുക്കാനില്ല, ഭക്ഷണമില്ല. ആ സമയത്ത് ഭാര്യ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്ന് കരുതി ഭാര്യയ്ക്ക് കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുത്ത് പോകാൻ നേരത്ത് വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇങ്ങോട്ട് ഇപ്പോൾ വരണ്ട, ആ സൂക്കടും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഇത് ഷാബുവിന്റെ പുസ്തകത്തിലുള്ള ഒരു അനുഭവമാണ്. അങ്ങനെ അവിടെ ആ സ്ത്രീ അനുഭവിച്ച ഒരു ദുരിതം. പ്രസവ സമയത്ത് ഭർത്താവിന് കോവിഡ് വന്ന് പ്രസവിച്ച് കുട്ടിയെ കൊണ്ട് ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ പിന്നീട് ഭർത്താവിനെ ക്വാറന്റൈൻ, അവിടെ ഇങ്ങനത്തെ സൗകര്യമൊന്നുമില്ല, അടുത്ത മുറി താമസിക്കാൻ കൊടുക്കില്ല, എവിടേക്കാണ് കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. ആ ക്വാറന്റൈൻ അവസ്ഥയിൽ ഈ അമ്മയ്ക്ക് പ്രസവിച്ച ഉടനെ കുട്ടിയെ പരിപാലിക്കേണ്ടി വന്ന, ഒറ്റയ്ക്ക് ഭക്ഷണമില്ല, ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ കുട്ടിക്ക് രോഗം വരാതിരിക്കാൻ കെട്ടിപ്പിടിച്ച് കിടന്ന് മാനസിക ഭ്രമാവസ്ഥയിലുള്ള ഭാര്യയെ ഭർത്താവിൻ്റെ ഒരു പാനിക്കായ വിളിയാണ്. ഇതൊക്കെ ഈ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഷാബു നേരിട്ട് അറിയുന്ന പ്രശ്നങ്ങളാണ്. ഷാബുവിന്റെ ഒരു ഗുണം, ഷാബു അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനാണ്. ആ ക്ലബ് FM എന്ന റേഡിയോ അവിടുത്തെ എല്ലാ വാർത്തകളും സമാഹരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഇതിന്റെ ഓരോരോ പ്രവാസി കോവിഡ് കാലത്ത് അനുഭവിച്ച മഹാദുരിതങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണ പാക്കറ്റുകളുമായിട്ട് സ്വന്തം ജീവിതം തൃണവൽഗണിച്ചുകൊണ്ട് പുറത്തിറങ്ങി ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്ത വോളണ്ടിയർമാരുടെ സേവനം, ഇതൊക്കെ കോവിഡ് കാലത്തിന്റെ ഗൾഫാണ്. ഈ ഗൾഫ് ആരും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് ഒരു ഒന്നാമത്തെ പതിപ്പ് ഇങ്ങനെ വിട്ടുപോയതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ഇത് ഏറ്റവും അപ്ഡേറ്റ് ആയ ഗൾഫാണ്. അതിനുശേഷമുള്ള അവസ്ഥയും പറയുന്നുണ്ട്. അതിലൊരു കഥ ഈ അബുക്കയെ ഇവരെല്ലാവരും പറഞ്ഞല്ലോ. അബുക്ക എന്നൊരാൾ ഇവിടെ നിന്ന് കോവിഡ് കാലത്തിന്റെ തൊട്ട് മുമ്പ് മാസേജ് സെന്ററിലേക്ക് ജോലിക്ക് പോയ ഒരു കുലീനയായ വീട്ടമ്മ. 2 പെൺകുട്ടികളുണ്ട്. ഒരാൾ +2 പഠിക്കുന്നു, ഒരാൾ SSLC പഠിക്കുന്നു. ഭർത്താവിന് ജോലിയില്ല. 3 പെൺകുട്ടികളാണ് അല്ലേ. ഭർത്താവിന് ജോലിയില്ല. അപ്പോഴാണ് ഈ മാസേജ് സെന്ററിന്റെ പരസ്യം കണ്ട് ഇവർ പോയത്. 1 ലക്ഷത്തോളം ഉറുപ്പിക ചെലവഴിച്ച് വിസ എടുത്ത് അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായ കാര്യം, മാസേജ് സെന്റർ എന്നാണ് പേര്. മാസേജ് സെന്ററിൽ വർക്ക് ചെയ്യുന്ന ജോലി ശമ്പളത്തെക്കാൾ പ്രധാനം ശരീരം വിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ കൂടുതൽ വരുമാനം കിട്ടും. നിർബന്ധമൊന്നുമില്ല, താല്പര്യമുണ്ടെങ്കിൽ ആ വരുമാനം സമ്പാദിക്കാം. അപ്പോഴാണ് ഈ കോവിഡ് വന്ന് ജീവിക്കണമെങ്കിൽ ഇതിന് വിധേയമാവണം, അല്ലെങ്കിൽ ഈ താമസ സൗകര്യം കിട്ടും. അയാൾ നിർബന്ധിച്ചൊന്നുമില്ല, എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പണം കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഒഴിവാക്കി തരണം. പലരും നിവൃത്തി കേടുകൊണ്ട് അതിന് സന്നദ്ധരായി. ഒരു സ്ത്രീ, ഈ പറയുന്ന വീട്ടമ്മ പുറത്തിറങ്ങി, മറ്റൊരു പെൺകുട്ടി കൂടെ പുറത്തിറങ്ങി, അനാഥരായി പുറത്ത് ഒരു പാർക്കിലിരിക്കുന്നു. അപ്പോഴാണ് അബുക്ക എന്ന് പറയുന്ന ആൾക്ക് തൊഴിലില്ല. അബുക്ക തൊഴിലിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഗത്യന്തരമില്ലാതെ ഈ ടെലിഫോണിന്റെ കവറൊക്കെ വിറ്റ് ചില്ലറ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തെരുവിൽ നടന്നു വെക്കുന്നുണ്ടെങ്കിൽ ഈ പാർക്കിലിരിക്കുന്ന ഈ അനാഥ പെൺകുട്ടികളെ കണ്ടു. രാവിലെ അങ്ങോട്ട് പോകുമ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോഴും, ഉച്ചതിരിഞ്ഞ് വരുമ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഒരു സാധാരണ 2 പെൺമക്കളുള്ള ഒരു ബാപ്പ എന്ന നിലയ്ക്ക് ആ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളല്ല മുതിർന്ന സ്ത്രീകളാണ്, നിങ്ങളെന്താ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ചോദിച്ചപ്പോഴാണ് അവര് ഈ മക്കളെന്നോ മോളെന്നോ വിളിക്കുന്നത് കേട്ട് ഇയാളിലുള്ള വിശ്വാസം കൊണ്ട് ഇവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാനിപ്പോൾ കഷ്ടിച്ച് ജീവിക്കാൻ ഇതൊക്കെ വിറ്റ് ജീവിക്കുക, ഭക്ഷണത്തിന്റെ വക എൻ്റെ കയ്യിലുള്ളൂ, പക്ഷെ നിങ്ങളെ ഉപദ്രവിക്കാത്ത വിധത്തിൽ അവിടെ 1-2 ദിവസം താമസിപ്പിക്കാൻ എനിക്ക് പറ്റും, പൈസയെ കുറിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാന്ന് പറഞ്ഞ് അയാളെ ഏതൊരു ഏർപ്പാടിൽ 2 ദിവസം താമസിപ്പിച്ച് അബുക്ക വിളിച്ചു പറഞ്ഞു. അബുക്കയെ അറിയുന്ന ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞിട്ടാണ് ഷാബു ആ വിവരം അറിയുന്നതും അന്നത്തെ അവിടുത്തെ കാര്യാലയത്തിന് വിവരം അറിയിക്കുന്നതും. ഒരാഴ്ച അവിടെ താമസിക്കാൻ
സൗകര്യം ഒരുക്കി കൊടുക്കുന്നതും തിരിച്ചയക്കുന്നു. ഈ അബുക്ക നാട്ടിൽ വന്ന് ഷാബുവിനെ വിളിക്കുക. ഒരു ദിവസം വലിയൊരു കഷ്ടപ്പാടിൽ വിളിക്കുകയാണ്. ഒരു 3000 ഉറുപ്പിക വേണം. മകൾക്ക് സോറിയാസിസ് ആയിട്ട് ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ പൈസ ഇല്ലാഞ്ഞിട്ടാണ്. ഇങ്ങനെ സേവനം ചെയ്ത ഒരാളാണ്. അയാൾക്ക് 3000 ഉറുപ്പിക അയച്ചു കൊടുത്ത് പിന്നെ ബാബുക്ക വിളിച്ചു. കാര്യങ്ങളൊക്കെ നടന്നു. ഒരു 200 ഉറുപ്പിക കുറവ് വന്നു. എന്നാലും ബുദ്ധിമുട്ടാണ്, ഓണമാണ്, ഭക്ഷണത്തിൽ പോലും ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയാണ്. വീട്ടുകാരോടൊന്നും പറഞ്ഞുകൂടാ, ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ പ്രവാസി നിങ്ങളുടെ NRI ഗ്രൂപ്പിൽ ആരെയോ വിളിച്ചു പറഞ്ഞ്, അതാണ് NRIയുടെ ഗുണം. പാലക്കാട്ടുള്ള ആരോ ഒരാൾ ഈ അബുക്കയുടെ വീട്ടിൽ അത്യാവശ്യം ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്തു. ഇയാളെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. താൻ അവിടുന്ന് അയക്കുന്ന പണം ഇങ്ങനെ ഈ ദുരിതാവസ്ഥയിലാണെന്ന് വീട്ടുകാർക്കറിയില്ല. വീട്ടുകാർക്ക് അറിയുന്നത് അബുക്കയ്ക്ക് നല്ല വരുമാനമുണ്ടെന്നാണ് ഇപ്പോഴും. ഇതാണ് പ്രവാസിയുടെ ഒരു പൊള്ളയായ ജീവിതം. അതല്ല പറയുന്നത്. എത്രയോ പ്രവാസികൾ വീടുണ്ടാക്കുന്ന എന്താണ് ആ മനഃശാസ്ത്രം? അവിടെ 8, 10, 20 പേർ ഒരു മുറിയിൽ സമയം നിശ്ചയിച്ച് കക്കൂസിൽ പോകാനൊക്കെ കാത്തു നിൽക്കുന്നയാൾ ഇവിടെ 12, 14 കക്കൂസ് ഉണ്ടാക്കുന്നതിന്റെ കാര്യം എന്താണ്? അങ്ങനത്തെ വീടുണ്ടാക്കുന്നതിന്റെ കാര്യം ആ വീട്ടിലൊരിക്കലും അയാൾക്ക് പറക്കാൻ പറ്റുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ഇവിടെ ഒരു നേരത്തെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന അവസ്ഥ നാട്ടിലുണ്ടാവരുത് എന്നൊരു മനഃശാസ്ത്ര പ്രവർത്തനം. ഇതൊരു പുതിയ, ഞാൻ അങ്ങനെ വായന ആദ്യമായിട്ട് കാണാം. ഇത്രയേറെ വീടുകൾ ഉണ്ടാക്കുന്നതിന് ആ വീട്ടിലൊരിക്കലും പറക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല അവിടെ ഉള്ളവർ എങ്ങനെയാണ് ഈ പണം ഉണ്ടാക്കുന്നത്. ഈ രണ്ട് മനഃശാസ്ത്രം അതിൽ ഷാബുവിന് വ്യത്യസ്തമായ പുസ്തകമാണ്. ഒരു സാധാരണ പ്രവാസിയുടെ പുസ്തകമല്ലേ. ഇതിൽ മുകുന്ദന്റെ പ്രവാസം എന്ന നോവലിനെ കുറിച്ചാണ് തുടങ്ങുന്നത്. പ്രവാസം എന്ന നോവലിന്റെ ഒരു ഭാഗം ഉദ്ധരിച്ചു തുടങ്ങി. സൈഫുദ്ദീൻ എഴുതിയൊരു കവിത അല്ലെ. സൈഫുദ്ദീൻ എഴുതിയ കവിതയിൽ സൽമാൻ എന്നാണ് കുട്ടിയുടെ പേര്. സൽമാൻ വെച്ചു മാറ്റും. സൽമാന്റെ ഒരു വിഷാദമാണ്. ഉപ്പ എന്താണ് വിമാനത്തിൽ വരാത്തത്? ഉപ്പ ആകാശത്തേക്ക് കഴുത്തിങ്ങനെ മേപ്പെട്ട് പിടിച്ചിരിക്കുകയാണ്. ഉപ്പ വിമാനത്തിലുണ്ട്. ആ കുട്ടിയുടെ ഒരു മനസ്സുണ്ട്. വാസ്തവത്തിൽ കുട്ടികളുള്ളവർ, പേരക്കുട്ടികളുള്ളവർക്ക് കണ്ണ് നിറഞ്ഞല്ലാതെ ആ ഉപ്പയെ കാത്തിരിക്കുന്ന വെച്ചുമാറ്റത്തിലെ കുട്ടിയെ ഓർക്കാതിരിക്കാൻ കഴിയും. ഇതൊരു അങ്ങനെ രണ്ടറ്റത്തിലാണ്. ഒപ്പം പ്രവാസി എങ്ങനെയാണ് കൂടുതൽ ബോധവൽക്കരിക്കപ്പെടേണ്ടത് എന്നും കൃത്യമായി തന്നെ ഈ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വയം അവസാനിക്കുന്ന പ്രവാസി, ഇന്ന് ആധുനിക സൗകര്യങ്ങളിൽ എത്തിയ പ്രവാസി, ഈ രണ്ട് പ്രവാസികൾക്കിടയിൽ കോവിഡ് കാലത്ത് അന്യനാക്കപ്പെട്ട പ്രവാസി, ഇങ്ങനെയുള്ള ഒരു 4 തലമുറ പ്രവാസ ലോകത്തിലൂടെ ഒരു മർമ്മജ്ഞനായ മാധ്യമ പ്രവർത്തകൻ നടത്തുന്ന ദിശാബോധവും കൃത്യതയുമുള്ള ഒരു പ്രവാസ രേഖ പഠിക്കപ്പെടേണ്ടതാണ്. നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ പ്രവാസികൾക്ക് വേണ്ടിയുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു പ്രസ്ഥാനമാണ് കേരള പ്രവാസി സംഘം. അതിന്റെ സ്ഥാപക പ്രസിഡന്റാണ് PT അല്ലെ, ഇപ്പോഴും പ്രസിഡന്റാണ്. ഇപ്പൊ സെക്രട്ടറി, ഞാൻ മാക്കലിക്ക സെക്രട്ടറിയും PT പ്രസിഡന്റുമായിരുന്ന ആദ്യകാലത്ത് അതിന്റെ പല പ്രവർത്തനങ്ങൾ പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സ്ഥിരം പ്രഭാഷകനാണ് ഞാനാകാറ്. അന്നാണ് സൈതാലിക്കുട്ടിയൊക്കെ, നമ്മുടെ ഉടലൂർ സൈതാലിക്കുട്ടി. അന്ന് ഈ പ്രവാസികൾക്ക് വേണ്ടി ഒരു സംഘടന എന്നുള്ളത് വളരെ പരിമിതമായി. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പ്രവാസികൾക്ക് ഒരു ബാങ്ക് വരെ ഉണ്ടാക്കിയെന്നാണ് എൻ്റെ അറിവ്. ഒരുപാട് ജോലികൾ ചെയ്തു. ഇപ്പൊ പ്രവാസികൾ ഇവിടെ സംഘടിച്ചു. ഇപ്പൊ തന്നെ NRI, നിങ്ങളുടെ പേരെന്താ, ഗുരുവായൂർ NRI അസോസിയേഷൻ, ഇത് കേരളത്തിലുടനീളമുണ്ട്. ഇവർ ഇവിടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. നമ്മൾ പഠിക്കേണ്ടത് കേരളത്തിലെ അനാഥ അഗതി മന്ദിരങ്ങളുടെ മുഴുവൻ മുതൽക്കൂട്ട് അവിടെ പണിയെടുത്ത് കൊടുക്കുന്ന മനുഷ്യരുടെ പണം. അവിടെ പട്ടിണി കിടന്ന് ഇനി ഈ ലോകത്ത് അനാഥരുണ്ടാകരുത് എന്ന് കരുതിയാണ് അവർ ഈ പണം അയച്ചിരുന്നത്. എനിക്കറിയാവുന്ന എത്രയോ ആളുകളുണ്ട് ഇവിടുത്തെ അനാഥ അഗതി മന്ദിരങ്ങൾ, ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഇവിടുത്തെ കാരുണ്യത്തിന്റെ നന്മവൃക്ഷങ്ങളൊക്കെ പണം ഉണ്ടാക്കുന്നത് ഈ പ്രവാസികളുടെ, എനിക്ക് അവരോടൊന്നും മോശമായ അഭിപ്രായം കേട്ടോ. നന്മവൃക്ഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില ആളുകൾ പറയും, അവരുടെ പണമല്ലാതെ ഈ പ്രവാസികളായ കാരുണ്യശീലർ അയച്ചു കൊടുക്കുന്ന പണം. 5 ലക്ഷം ആവശ്യപ്പെട്ട 8 കോടി അയച്ചു കൊടുക്കുന്ന പ്രവാസികളുണ്ട്. അത് ഞാൻ പലപ്പോഴും ഈ നന്മമരങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ, അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ നന്മ ഈ പേരറിയാത്ത പ്രവാസികളാണ്. എത്രയോ ആളുകൾ, അവർ പേരൊന്നും അറിഞ്ഞിട്ടല്ല, അവർ അനുഭവിച്ച സങ്കടം എന്നോട് പലരും പറയാറുണ്ട്. എൻ്റെ കൂടെ പഠിച്ച MV മുഹമ്മദ്, ഞാൻ എത്രയോ തവണ പറഞ്ഞ കഥയാണ്, ബോറടി എങ്കിലും ഞാനും MV മുഹമ്മദ് ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ച ആളാണ്. അപ്പം അന്ന് LP സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞാൻ പറയാറുള്ള കഥയാണ്. ഈ തൊട്ടടുത്ത നമ്പൂതിരം മാവിന് കല്ലെടുത്തെറിയാൻ പോലായിരുന്നു ഞങ്ങളുടെ പ്രധാന കലാപരിപാടി. മുഹമ്മദിനെ മറക്കാത്തത് കല്ലെറിഞ്ഞ് വീഴ്ത്താൻ ഉന്നമുള്ള ഒരേ ഒരാൾ മുഹമ്മദാണ്. ഞാനൊക്കെ വൈക്കോട്ടേക്ക് എറിഞ്ഞ പോലും വേറുകൂടില്ല. മുഹമ്മദ് ഈ പച്ചമാങ്ങ എറിഞ്ഞ് വീഴ്ത്തിയ മുണ്ടിന്റെ തരപ്പിൽ ഈ കല്ലുപ്പ് പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. അത് കൂട്ടി കടിച്ച് ഉപ്പ് കുത്തി പച്ചമാങ്ങ തിന്നുന്നത് കണ്ട് വായന്ന് വെള്ളം നിന്ന് അത് വാങ്ങി കടിച്ചിരുന്ന ഒരാളല്ല. അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ നമ്പൂരിക്കുട്ടിയുടെ അവൻ പറയും, മുഹമ്മദെ താൻ കടിച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നാണ് ഇല്ലത്തിന് എല്ലാവരും പറയണത്, എന്നാലും ഇവിടെ തരാന്ന് പറഞ്ഞത്. അത് വാങ്ങി ഷർട്ട് കൂട്ടി കടിക്കും. ഈ മുഹമ്മദിന്റെ തൊപ്പല് വായിലാവണ്ടെന്ന് കരുതിയിട്ട് ഷർട്ട് കൂട്ടി കടിക്കും. ഞാൻ ഷർട്ടൊന്നും കൂട്ടി കടിക്കാറില്ല, നേരെ മുഹമ്മദിന്റെ വായിന്ന് വാങ്ങി അവന്റെ ഉമിനീരോട് കൂടി കടിച്ചു തന്ന. അപ്പൊ മുഹമ്മദ് ഗൾഫിൽ പോയിട്ടാണ് എനിക്ക് ആദ്യമായിട്ട്, അവൻ 4ാം ക്ലാസ് പഠിപ്പ് നിർത്തി. അവന്റെ ഉപ്പ
കഷ്ടത്തിലായിരുന്നു. അവൻ പോയി. ഞാനിപ്പോഴും ആലോചിക്കാം, ആദ്യം ഷർട്ടിന്റെ തുണി എനിക്ക് കൊടുത്തയച്ചു. ലീലാ കൃഷ്ണനുക്ക് ഒരു ഷർട്ടിന്റെ ശീല എന്നാണ് എഴുതിയത്. അപ്പൊ എന്റെ പെങ്ങൾ കളിയാക്കി, ഇവന് എഴുതാനും വായിക്കാനും അറിയില്ല. ഞാൻ പറഞ്ഞു, അവൻ അതിന്റെ കുറവുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ നന്മയ്ക്ക് ഒരു അക്ഷരം തെറ്റില്ല. കാരണം ആദ്യമായിട്ട് ഞാനൊരു ഫോറിൻ ഷർട്ട് ഇട്ടത് ഈ മുഹമ്മദ് കൊടുത്തയച്ചത്. മുഹമ്മദ് ഗൾഫിൽ നിന്ന് അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ടാക്കി ഒരു കുടുംബത്തെ രക്ഷിച്ചു, അവരുടെ പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുത്തു, ആ കുടുംബത്തെ നാട്ടുകാരെയൊക്കെ രക്ഷിച്ചു, അവിടുത്തെ പള്ളി പുതുക്കി പണിയാൻ പണം കൊടുത്തു, അവരുടെ അനാഥമന്ദിരത്തിന് സഹായിച്ചു. അവന്റെ മകനെ കോളേജിൽ ചേർക്കാൻ അന്ന് ഏതോ ഗിരിക്കാര് ചോദിച്ചത്, കോളേജല്ല MBBS, അന്ന് ഏതോ ഒരു ഗിരി ചോദിച്ചത് 60 ലക്ഷം രൂപയാണ്. ഗിരിയുടെ പേരെന്ന് ഞാൻ പറയുന്നില്ല, അവിടെ പകിടി. ഞാൻ അവനോട് പറഞ്ഞു, മോനെ മുഹമ്മദേ, നീ 60 ലക്ഷം കൊടുത്ത് നിന്റെ മകനെ കോളേജിൽ ചേർത്ത് ഡോക്ടറാക്കിയാൽ അവന് പക്ഷെ അമേരിക്കയ്ക്കോ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ പോയാൽ അവനെ നീയോ നിന്റെ ഭാര്യയോ കണ്ടുകൊള്ളണമെന്നില്ല. അമേരിക്കൻ പ്രവാസം അങ്ങനെ പ്രവാസമല്ല. അവിടെ പോയാൽ അവിടെ ജീവിക്കുക എന്നുള്ളതാണ്. നിന്നെ പോലെ നിന്റെ കുടുംബത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അവൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞതാണ്. പിന്നീട് എനിക്ക് തോന്നി അത് ശരിയായോ ശരിയായില്ലേ, എന്താ ഉണ്ടായതെന്ന് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അവന്റെ കുട്ടി നന്നായി ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ മുഹമ്മദ് പ്രതിനിധാനം ചെയ്ത ഒരു ഗൾഫുണ്ട്. അവരാണ് പക്ഷേ യൂസഫലി അടക്കമുള്ള ആളുകളെ സൃഷ്ടിച്ചത്. കാരണം അവർക്ക് ഈ നാട്ടിൽ അവരുടേതെല്ലാം സേവനമായിട്ട് ചെയ്യണമെന്നൊരു മനോഭാവം ഉണ്ടായിരുന്നു. ഇനി വരുന്ന പ്രവാസം, ഇപ്പൊ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പോയി പഠിച്ചാൽ ലോൺ എടുത്ത്, ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് അവിടെ വരാറുണ്ട്, ലോൺ എടുത്ത് പോയി പഠിച്ചാൽ അവിടെ 21 മണിക്കൂർ ജോലി ചെയ്ത് അവിടെ തന്നെ പഠിക്കുന്ന പാസ്സായവർക്ക് അവിടെ തന്നെ ജോലി കിട്ടുന്ന സ്കീം. ആ സ്കീമിൽ ഇംഗ്ലണ്ടിലേക്ക് അമേരിക്കയ്ക്ക് പോകുന്ന കുട്ടികളുണ്ട്. അവരാരും ഒരു നയാ പൈസ നമ്മുടെ നാടിന് തന്നുകൊള്ളണം എന്നില്ല. അങ്ങനെ ഒരു പ്രവാസം ഉണ്ടായി വരും. ഇൻഹ്യൂമൻ ആയ ഒരു പ്രവാസവും പൂർണ്ണമായും മാനവികമായ ഒരു പ്രവാസവും. ആ മാനവിക പ്രവാസത്തിന്റെ പ്രതിനിധികളാണ് ഷാബു കിളിത്തട്ടിൽ വരെയുള്ളവർ. അവർ അവിടെ ഇരുന്ന് പിറന്ന നാടിനെ സ്നേഹിച്ചു. പിറന്ന നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ജീവൻ സമർപ്പിക്കുന്നത് പോലെ കണ്ണുനീരും വിയർപ്പും കൊണ്ട് അവരുണ്ടാക്കിയതൊക്കെ തലയിണ കെട്ടിപ്പിടിച്ച് മക്കളെ കാണാതെ, ഭാര്യയെ കാണാതെ. ഞാൻ ഈ SA ജമീൽക്കായെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ നിലമ്പൂരിൽ പങ്കെടുത്തിരുന്നു. ജമീൽക്ക മരിച്ചുപോയി. ജമീൽക്കയുടെ അതിപ്രശസ്തമായ ഒരു പാട്ടുണ്ട്, എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നത് എന്തെന്നാൽ ഏറെ പിരിശത്തിൽ ചൊല്ലിയിടുന്നു അസ്സലാം. കേട്ടിട്ടില്ലേ പാട്ട്? അതിന്റെ മറുപടി ജമീൽഖാനുണ്ട്, അബുദാബിയിലുള്ളൂ. ആ 2 പാട്ടും അക്കാലത്ത് ഈ ജമീൽ ഖാന്റെ ഒരു വലിയ, ജമീൽ ഖാൻ മരിച്ചുപോയി, ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു പരിപാടിക്ക് ഇതായിപ്പോയി. കലാമത്തിൽ എഴുതിയില്ലേ? ജമീൽ ഖാന്റെ കത്തുപാട്ട് എന്ന് പറഞ്ഞാൽ പഴയ കത്തുപാട്ടല്ല, പണ്ടത്തെ മാപ്പിളപ്പാട്ടിലെ കത്തുപാട്ടല്ല, ഇത് ആധുനിക കത്തുപാട്ട്. ഇപ്പൊ എന്തൊക്കെയാണ് ഗൾഫ് പ്രവാസം. ഒരുപക്ഷെ വിയ്യൻകുട്ടിയെ, ഞാൻ വിയ്യൻകുട്ടി മരിച്ചപ്പോൾ മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതി കുട്ടിക്കായെ കുറിച്ച്. കുട്ടിയെ സൃഷ്ടിച്ചത് വാസ്തവത്തിൽ ആധുനിക ഗൾഫാണ്. വി സാംബശിവനെ നിലനിർത്തിയത് ആധുനിക ഗൾഫാണ്. എത്രയോ നാടക പ്രസ്ഥാനങ്ങളെ, മിമിക്രിക്കാരെ, ഈ കാണുന്ന മിമിക്രി കാർണിവലുകളെ പോഷിപ്പിച്ചത് ആധുനിക ഗൾഫാണ്. അവിടെ ചാനലുകളെ എത്രയോ, നേരത്തെ വീട്ടിൽ വളരെ വികാരനിർഭരമായി പറഞ്ഞതിൽ ഒരു സത്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഗർഷം എന്ന സിനിമയിൽ അങ്ങനെയാണല്ലോ, അനാഥനാക്കപ്പെടുന്ന ഒരു പ്രവാസിയുണ്ട്. അങ്ങനെ എത്രയോ അനാഥനാക്കപ്പെട്ട, സ്വന്തം വീട്ടിൽ അനാഥനാക്കപ്പെടുന്ന ഒരു പ്രവാസിയുണ്ട്. അവന്റെ പണത്തിനപ്പുറത്തേക്ക് അവനെ മനസ്സിലാക്കപ്പെടാതെ പോയ അനേകം പ്രവാസികളുടെ ജീവിതമുണ്ട്. അവർ ഈ കോവിഡ് കാലത്ത് അനുഭവിച്ച തിക്ത അനുഭവങ്ങൾ തൊട്ട് ഇതൊരു രേഖ മാത്രമല്ല, ഇതൊരു വിചിന്തനത്തിനുള്ള വഴി കൂടിയാണ്. നമ്മൾ പ്രവാസികളും പ്രവാസികളുടെ കുടുംബാംഗങ്ങളും ഇനി പ്രവാസികളോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്? എനിക്ക് തോന്നുന്നു ഒരുപാട് വലിയ ഇടപെടലുകൾ ഇതിൽ നടക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ നോർക്ക റൂട്ട്സിന്റെ ഒക്കെ അതിൽ പറയുന്നുണ്ട്, നോർക്ക റൂട്ട്സ് ഒക്കെ ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ചും ഒക്കെ എല്ലാ മേഖലകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ പ്രവാസികളെ പുനരധിവസിപ്പിക്കുക, ഇവിടുത്തെ പ്രവാസികൾക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന, അവരെ പറ്റിക്കുന്ന പ്രസ്ഥാനങ്ങൾ, അങ്ങനെ ഗഫൂർ ഖാ ദോസ്തിന്റെ കാലം തൊട്ട് ആധുനിക കാലം വരെയുള്ള ഒരു വലിയ പ്രവാസ ജീവിത ലോകത്തിന്റെ രേഖയാണ് ഗഫൂർ ഖാ ദോസ്ത് മാറിയ ഗൾഫ്. തീർച്ചയായും ഷാബു ഒരു വലിയ ജോലിയാണ് ചെയ്തത്. കൈരളി ബുക്സ് മാത്രമല്ല, അത് ഒരു പതിപ്പ് ഈ ബുക്ക് ഫെയറിൽ വിട്ടുപോയി. ഷാർജ ബുക്ക് ഫെയർ ഇതുപോലെ ലോകാത്ഭുതങ്ങളുള്ളതാണ്. ഒരു സുൽത്താൻ തന്റെ നാട്ടിൽ പുസ്തകങ്ങൾക്കായിട്ടൊരു വസന്തം സൃഷ്ടിച്ചിരിക്കുക. സെൻസറിങ് ഇല്ലാതെ പുസ്തകത്തിന് ചെല്ലാൻ ലോകത്തിൽ ഒറ്റ പുസ്തകം സുഖം. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പുസ്തകം വരാം, എടുത്തെഴുതുന്ന പുസ്തകം തന്നെ 1000 തവണ സെൻസർ ചെയ്യണോ. അത് ഭരണകൂടം വരെ പുസ്തകത്തെ ഭയപ്പെടുത്ത കാലത്ത് അവിടെ ഭരണാധികാരി പറയുന്നത് നിങ്ങൾക്ക് ഏത് പുസ്തകം കൊണ്ടുവരും, ഇവിടെ സെൻസറിങ് ഇല്ല. മോഹൻകുമാർ കൊടുത്തുകാരനാണ്. മോഹൻകുമാർ എൻ്റെ ഒരു ബന്ധു കൂടിയാണ്, അടുത്ത സുഹൃത്താണ്. മോഹൻകുമാറിനെയൊക്കെ സമ്മതിക്കണം. അപ്പൊ അവിടെ അവര് ഒരു എഡിറ്റിങ്ങും ഇല്ല, ഒരു സെൻസറിങ്ങും ഇല്ല. ഇപ്പൊ ഈ കൈരളി ബുക്സ് തൊട്ട് എത്രയോ പ്രസാധകന്മാരില്ല. ഒരു വലിയ പ്രസാധക സമൂഹം ഇപ്പോൾ ഈ കോള് കാത്തിരിക്കുന്നത് ഷാർജ ബുക്ക് ഫെയർ. നിങ്ങൾ മോശമാക്കി പറയില്ല കേട്ടോ.
DC തൊട്ട് എത്രയോ പ്രസാധകന്മാർ ഷാർജ ബുക്ക് ഫെയർ കാത്തിരിക്കുക. ഇത് മലയാളികളുടെ ബുക്ക് ഫെയർ കൂടിയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളി പ്രസാധകർ വരുന്നത് അവിടേക്കാണ്. അപ്പം അവിടെ പുസ്തകത്തിന് സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല, ഇന്ത്യയിലുള്ളതിനേക്കാൾ ഒരുപാട് മാനവിക സ്വാതന്ത്ര്യങ്ങൾ ഇന്നത്തെ ഗൾഫിലുണ്ട് എന്ന് പറഞ്ഞ് തെറ്റി. ഞാൻ മസ്കറ്റ് പോയപ്പോൾ അവിടെ 2 ക്ഷേത്രങ്ങളിൽ പോയി. ഒമാൻ വലിയ ക്ഷേത്രങ്ങൾ, ഇവിടെ ഉള്ളതിനേക്കാൾ വലിയ ക്ഷേത്രങ്ങൾ, ഭക്തന്മാരുടെ ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ, ഗീതായജ്ഞങ്ങളൊക്കെ നടക്കുന്ന, അതൊരു ഇസ്ലാമിക രാഷ്ട്രമെന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. പറയപ്പെടുന്നതെന്ന് ഞാൻ പറയൂ. അവിടെ ഇത്രയും മതസ്വാതന്ത്ര്യം. മാത്രമല്ല, പോസ്റ്റ് മോഡേൺ ആയ ഒരു മതേതര ജീവിതം വാസ്തവത്തിൽ രൂപപ്പെട്ടത് ഗൾഫിൽ നിന്നാണെന്ന് പറയുന്നത് തെറ്റില്ലെന്നേ. ഒരു മുറിയിൽ ജാതി മത വർണ്ണവർഗ ഭേദമില്ലാതെ 10, 20, 25 പേർ ജീവിച്ച് അവരുടെ ദുഃഖങ്ങൾ പങ്കുവെച്ച് അവരുടെ പ്രത്യാശകൾ ഷെയർ ചെയ്ത് ജീവിച്ചതാണ് പക്ഷേ പോസ്റ്റ് മോഡേൺ കാലത്തെ മതേതരത്വം. ഞാൻ പറഞ്ഞ മുഹമ്മദ് ഞാനും മാങ്ങ കടിച്ചതെന്ന മതേതരത്വമൊന്നും ഇനിയിപ്പോൾ നിലനിൽക്കില്ല. എങ്കിലും ഒരു കാര്യം എനിക്കിപ്പോൾ പറയാൻ പറ്റും, ഈ ഉമിനീര് പങ്കുവെച്ച് മാങ്ങ കഴിച്ചത് കൊണ്ട് തിന്നതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഏത് ഫാഷിസം വന്നാലും, ഏത് വർഗീയത വന്നാലും, ഭരണകൂട ഫാഷിസം ശക്തിപ്പെട്ടാലും എന്നെയും മുഹമ്മദിനെയും വേറെയാക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കുന്നത് ആ ജീവിതം കൊണ്ടാണ്. അങ്ങനെ ഒരു ജീവിതം ഇതും നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഗൾഫിലെ പ്രവാസ ലോകം. അപ്പം അതുകൊണ്ട് അതിവിടെ നോക്കുക, കണ്ടാലറിയാം. അവർക്ക് ജാതിയും മതവും വർണ്ണവും വർഗമൊന്നുമില്ല. അവർക്ക് വേദനകൾ പങ്കുവയ്ക്കുക, ഒരേ വേദനയാണ്. മകളുടെ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളത് മുഹമ്മദിൻ്റെയും വേദനയാണ്, ജോസഫിൻ്റെയും വേദനയാണ്, കൃഷ്ണൻ്റെയും വേദനയാണ്. അതവർ പങ്കുവെക്കുന്നുണ്ട്. അവരെ ഒരുപാട് നാരായണേട്ടൻ്റെ ആ മരണമൊക്കെ ഉണ്ടല്ലോ, അവിടുന്ന് ശവം കൊടുത്തേക്കാൻ കൊടുത്തില്ല. കോവിഡ് കാലത്ത് ശവങ്ങൾ അവിടെ തന്നെ എഴുന്നിറങ്ങാണ്. അവസാനം പെർമിഷൻ കിട്ടുന്നു. ഇവിടെ ഒരുപാട് ദീർഘകാലത്തെ പ്രവാസം കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ ഗതിയില്ലാതെ വീണ്ടും അവിടേക്ക് തന്നെ വന്ന നാരായണേട്ടന്റെ ശവം സംസ്കരിച്ചതിനെ കുറിച്ച് ആ പറഞ്ഞ ചെറുപ്പക്കാരന്റെ പേര് ഞാൻ പറഞ്ഞു. അവിടെ ഈ ശവസംസ്കാരം മാത്രം ചെയ്യുന്ന, കയറ്റി അയക്കുന്ന എത്രയോ മലയാളികളുണ്ട്. എത്രയോ മലയാളികളുടെ ത്യാഗനിർഭരമായ ജീവിതമുണ്ട്, രേഖപ്പെടുത്തപ്പെടാതെ പോയ ജീവിതം. നേരത്തെ പറഞ്ഞ അബുക്കായെ പോലെയുള്ള, എന്താ പറഞ്ഞ കാതർക്കാന്റെ കട പോലെ, ഇങ്ങനെ രേഖപ്പെടുത്തപ്പെടാതെ പോയ മാനവികതയുടെ അനേകം സ്ഥലങ്ങളുണ്ട്. ഞാൻ ഈ മാനവികതയുടെ വക്താവാണ് എന്നുള്ളത് പറയല്ല. മാനവികത അസ്തമിക്കുമ്പോൾ മനുഷ്യൻ അസ്തമിക്കും. മനുഷ്യന് ഈ കണ്ണുനീരിൽ കുതിർന്ന സ്നേഹത്തിന്റെ പങ്കുവെപ്പുകൾ അനിവാര്യമാണ്. അത് സംരക്ഷിക്കുന്ന ഒരു ഗൾഫ് ഒരുപക്ഷെ കൂടുതൽ ആധുനികീകരിച്ചാൽ ആ ഗൾഫ് നമുക്ക് നഷ്ടപ്പെടും. അതിന്റെ ആശങ്ക അടക്കം മലയാളികളുടെ പ്രവാസ ജീവിതത്തിൽ മലയാളികളില്ലാത്ത സ്ഥലമൊന്നുമില്ല. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രവാസി മലയാളിയാണ്. ആ പ്രവാസിയുടെ പേര് മാവേലി എന്നാണ്. ഒരൊറ്റ ദിവസത്തെ വിസ മാത്രമാണ്, അല്ലേ? അയാൾക്ക് ഇങ്ങനെ തിരിച്ചു വരാണ്. ബാക്കിയൊക്കെ മാവേലി പാതാളത്തിലാണ്. അപ്പോൾ പാതാളത്തിലേക്ക് പോയിട്ടും ജന്മനാടിനെ മറക്കാത്ത, ഒരു ദിവസം വേണ്ടപ്പെട്ടവരെ കാണാൻ വേണ്ടി ഒറ്റ ദിവസത്തെ വിസയ്ക്ക് മടങ്ങി വരുന്ന ഒരു മഹാബലി എല്ലാ പ്രവാസികളുടെ ഉള്ളിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ ഈ നാടിനെ സ്നേഹിക്കുന്നു. അയാൾ ഈ നാട്ടിലാണ് ഇപ്പോഴും സ്വാസ്ഥ്യം കണ്ടത്. തനിക്ക് പാർക്കാൻ പറ്റാത്ത വലിയ വീടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. തനിക്കൊരിക്കലും പാർക്കാൻ കഴിയില്ലെങ്കിലും തൻ്റെ മക്കളുടെ മക്കൾ, തൻ്റെ നാട്ടുകാർ അനാഥരാകരുത് എന്ന് വിചാരിക്കുന്ന ആ പ്രവാസിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മഹത്തായ ഹൃദയ പുസ്തകമാണ് മാറിയ ഗൾഫും ഗഫൂർ കാ ദോസ്തു എന്ന ഈ പുസ്തകം. നിങ്ങൾ ഈ പുസ്തകം വാങ്ങണം, ഇത് പ്രചരിപ്പിക്കണം. അവിടെ ഷാർജ ബുക്ക് ഫെയറിൽ വിറ്റത് പോട്ടെ, കേരളത്തിൽ ഇത് പ്രചരിക്കണം. അതുകൊണ്ട് ഓരോരുത്തരും, ഇപ്പോൾ ഷാബുവിന് ഇത് വിറ്റ് കിട്ടിയ പണം വേണമെന്നുണ്ടാവില്ല, എങ്കിലും കഴിയുന്നത്ര ആളുകൾ ഈ പുസ്തകം പ്രചരിപ്പിക്കണം. പുസ്തക പ്രകാശന സമയത്ത് ഞാൻ പറയാറുള്ളതാണ്, നിങ്ങൾക്കൊരു ഗ്യാരണ്ടി ഞാൻ തരാം. നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിയാൽ നിങ്ങൾക്ക് നഷ്ടം പറ്റില്ല. അഥവാ നഷ്ടം പറ്റിയാൽ നഷ്ടപരിഹാരം ആർക്ക് വേണമെങ്കിലും ഞാൻ തരാമെന്ന് ഉറപ്പിച്ച് പറയാവുന്ന വിധത്തിൽ ഞാൻ വായിച്ച പുസ്തകമാണ്. ഈ ഷാബുവിനുള്ള പ്രേമം ഇഷ്ടം കൊണ്ട് മാത്രമല്ല, വായിച്ച പുസ്തകമാണ്. വായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഷാബുവിനെ എഴുതാൻ എനിക്ക് ഒറ്റ ആഗ്രഹമാണ്. ഷാബു നല്ല ഭാഷയുള്ള ആളാണ്, നല്ല നിരീക്ഷണമുള്ള ആളാണ്, നല്ല ജീവിത ദർശനമുള്ള ആളാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊരാൾ മാത്രമല്ല, എന്നോട് ആരോ പറഞ്ഞു ഇദ്ദേഹം വള്ളുവനാട്ടുകാരനാണോ ചോദിച്ചു. ഞാൻ എന്തും ചോദിച്ചു. ഇതിൻ്റെ ഭാഷ വള്ളുവനാട്ടുകാരുടെ ഭാഷയാണ്. പൊന്നാനി കളരിക്കാരനാണ്. പൊന്നാനി കളരിയുടെ ഒരു സംസ്കാരം, പൊന്നാനി കളരി ഈ ഒരു സംസ്കാരം കൊണ്ടുവരുന്ന പൊന്നാനി കളരി ഇതൊക്കെ പെടും. അങ്ങ് നാട്ടിക ഫർക്ക വരെ പഴയ പൊന്നാനിയാണ്. അപ്പോൾ പൊന്നാനിയുടെ ഒരു പ്രത്യയശാസ്ത്രം ഇടശ്ശേരിയുടെ വരികളിൽ ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇടശ്ശേരിയുടെ ഇസ്ലാമിലെ വന്മല എന്നൊരു കവിത, അത് വളരെ പ്രശസ്തമായ കവിതയാണ്. ഞാനിത് നടന്ന് പ്രചരിപ്പിക്കുക. ഇടശ്ശേരിയുടെയും ഗോവിന്ദൻ്റെ ഇത് എവിടെ ഉണ്ട് ഇങ്ങനെ പുസ്തകം, ഗോവിന്ദനാർ എഴുതിയതാണ്. ഇസ്ലാമിലെ വന്മല. 100% ഞാനൊരാര്യക്കൂറും കുടുമയുമുള്ള ഹിന്ദു മാപ്പിളെ
നീ എന്നലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളു, കാഫിറെന്നെ വിളിച്ചുകൊള്ളു, കാതുകുത്താതെ കഴിഞ്ഞുകൊള്ളു. 100% മുസ്ലിം ധർമ്മക്കൂറും പെരുമയും വെച്ചു പോറ്റും. നമ്മൾക്ക് മുന്നോട്ടു പോയി നന്മയോ തിന്മയോ നേടാം ഒപ്പം. കൂറും പൊരുത്തവുമൊത്ത നമ്മൾ തോളിൽ കൈയിട്ടേ നടന്നുകൂടും. കേരളത്തിന്റെ വിളർപ്പു മാറ്റി ചേരട്ടെ വർണ്ണശബളതകൾ. അന്ന് റഷീദി പറഞ്ഞത് ഞാൻ 100% ഹിന്ദുവായിട്ട്, നീ 100% മുസ്ലിമായിട്ട് ജീവിക്കും. ക്രിസ്ത്യാനികളൊന്നും പറഞ്ഞതിൽ കുറവായിരുന്നു. മറ്റൊരാൾ 100% ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കട്ടെ, ഒരാൾ ഇതിലൊന്നിലും വിശ്വസിക്കാതെയും ജീവിക്കട്ടെ. പക്ഷെ നമ്മൾ തോളിൽ നിന്ന് കൈയെടുക്കരുത്. അങ്ങനെ ഒരു ജീവിതം സാധ്യമാണ്. ഒരു ഹലാലും ഹറാമും നമ്മളെ വേറെയാക്കാനുള്ള ആയുധമായി മാറരുത്. ഞാൻ അത്രയൊക്കെ പറയുന്നു. അങ്ങനെയുള്ള ആയുധങ്ങൾ ഇനിയും ഉണ്ടായി വരും. പല ആയുധങ്ങളും ഇനി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇന്നത്തെ ഇന്ത്യയിൽ ഏതൊക്കെ ആയുധങ്ങൾ ഏതൊക്കെ രീതിയിൽ നമ്മെ ഹിന്ദുവാക്കി, മുസൽമാനാക്കി, ക്രിസ്ത്യാനിയാക്കി, നമ്മെ കണ്ടാലറിയാതാക്കി, 1000 മാനവ ഹൃദയങ്ങളെ ആയുധ പുരകളാക്കി മനുഷ്യൻ തെരുവിൽ മരിക്കുകയും മതങ്ങൾ ചിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. ഇതെന്റെ വരികളല്ല, വരികൾ നിങ്ങൾക്കറിയാം എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത് പറയാതിരിക്കാൻ വേണമെങ്കിൽ ജാഗ്രത കൂടിയാണ് ഇത്തരം പുസ്തകങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഷാബു ധാരാളം എഴുതട്ടെ. ഉയർന്ന എഴുത്തുകാരനായി തീരുമ്പോഴാണ് ഞാൻ കൂടുതൽ സന്തോഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്